നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഞാൻ വർഷ വിജയൻ. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. തലസ്ഥാനമായ ടെഹ്റാനിലെ താമസ സമുച്ചയങ്ങൾ ഉൾപ്പെടെ തകർത്ത 6ാം ദിനവും ഇറാനിൽ ഇസ്രായേൽ അമേരിക്കൻ സൈനിക നടപടി തുടരുന്നു. 1230 പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചു. ആക്രമണത്തിന് പുറമെ കുടിവെള്ളവും വൈദ്യുതിയും കൂടി മുടങ്ങിയതോടെ ജനം കൂടുതൽ ദുരിതത്തിലായി. അറേബ്യൻ ഗൾഫിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ തകർത്തെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇതുവരെ 600-ലേറെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാനിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം. ഇതിൽ 100-ലേറെയും ജനവാസ കേന്ദ്രങ്ങൾ. സൈനിക നടപടി 6ാം ദിനത്തിലെത്തിയപ്പോൾ ജനജീവിതം കൂടുതൽ ദുരിതത്തിലായി. ടെഹ്റാൻ ഉൾപ്പെടെ നഗരങ്ങളിൽ പലയിടത്തും വൈദ്യുതിയും വെള്ളവും നഷ്ടപ്പെട്ടു. ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചു. റെഡ് ക്രസന്റ് ഉൾപ്പെടെ 14 ആശുപത്രി സമുച്ചയങ്ങൾ ആക്രമണത്തിൽ നിലംപൊത്തി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇറാന്റെ പ്രത്യാക്രമണത്തിൽ കുറവുണ്ടായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ ലോഞ്ച് പാഡുകൾ ആക്രമണത്തിൽ നശിപ്പിച്ചതാണ് കാരണം. ഇറാന്റെ മൊബൈൽ മിസൈൽ ലോഞ്ചർ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിന് സമീപം അറേബ്യൻ ഗൾഫിൽ അമേരിക്കൻ എണ്ണ ടാങ്കർ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം 2 ഇടങ്ങളിൽ ഇറാനിയൻ ഡ്രോണുകൾ പതിച്ചതിൽ ഇറാനെതിരെ അസർബൈജാൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. നഖ്ചിവൻ വിമാനത്താവളത്തിന് സമീപവും സ്കൂളിന് സമീപവുമാണ് ഡ്രോണുകൾ പൊട്ടിത്തെറിച്ചത്. അതേസമയം ലെബനോണിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ കരവ്യോമാക്രമണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗൾഫ് മേഖലയിൽ ഖത്തറിലും സൗദി അറേബ്യയിലും ഇറാന്റെ ആക്രമണ നീക്കം ഫലപ്രദമായി ചെറുത്തതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. അബുദാബിയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് 6 ബാലിസ്റ്റിക് മിസൈലുകളും 125 ഡ്രോണുകളും നേരിട്ടതായി UAE വ്യോമസേന അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം ദിനംപ്രതി കുറയുകയാണ്. ഖത്തറും സൗദിയും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിനാണ് ഇന്ന് ഇറാൻ ശ്രമിച്ചത്. ദോഹയിൽ ഉച്ചയോടെ ആക്രമണ ശ്രമമുണ്ടായി. ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപ് തകർക്കാൻ സാധിച്ചെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ അൽ ജൗഫ് ഭാഗത്തുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമവും ചെറുത്തു. 2ഇടത്തും ആളപായമില്ല. അബുദാബിക്ക് നേരെ ആക്രമണമുണ്ടായതായും 6 പേർക്ക് പരുക്കേറ്റതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ രാജ്യങ്ങളിൽ ഇന്ന് ആക്രമണമുണ്ടായതായി സ്ഥിരീകരണമില്ല. അതിനിടെ ചെങ്കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതി സൗദി അരാംകോ വർദ്ധിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിന് പകരമായി യാംബു തുറമുഖം വഴി എണ്ണ കയറ്റുമതി നടത്താനും നീക്കമുണ്ട്. 24 ദുബായ്. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്കും പങ്കാളിയാകണമെന്ന് ട്രംപ്. അമേരിക്കയുടെ പങ്കാളിത്തമില്ലാതെ പിൻഗാമിയെ നിയമിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ഇറാൻ വെറുതെ സമയം പാഴാക്കുകയാണെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. മുസ്തഫ ഖമേനിയാണ് പിൻഗാമിയാകാൻ സാധ്യതയുള്ളതെന്ന് സംബന്ധിച്ച ട്രംപ് പക്ഷേ ഇറാന്റെ തീരുമാനം താൻ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി. ഖമേനിയുടെ മകൻ കഴിവുകെട്ടവനാണെന്നും അയാൾ തനിക്ക് അസ്വീകാര്യനാണെന്നും ട്രംപ്. ഇറാനിൽ സമാധാനവും കൊണ്ടുവരുന്ന ആളാണ് പരമോന്നത നേതാവാകേണ്ടതെന്നും ട്രംപ്. ഇറാന്റെ ആക്രമണ ഭീഷണികളൊന്നും സൗദിയിലെ ജനജീവിതത്തെ തെല്ലും ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ജിദ്ദയിലെ റമദാൻ കാഴ്ചകൾ. ചരിത്ര നഗരിയായ അൽ ബലദിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ്. സൗദിയുടെ പാരമ്പര്യവും തനിമയും ഒട്ടും ചോരാതെ ഒരുക്കിയിരിക്കുന്ന ഈ റമദാൻ മാമാങ്കം കാണാം. ജിദ്ദയിലെ പൈതൃക നഗരിയായ അൽ ബലദിൽ ഇപ്പോൾ ജനസാഗരമാണ്. യുദ്ധവാർത്തകൾക്കും ആശങ്കകൾക്കും ഇടമില്ലാത്ത സന്തോഷത്തിന്റെ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. റമദാൻ ആദ്യവാരത്തിൽ മാത്രം 10 ലക്ഷത്തിലധികം ആളുകളാണ് ബലദിലെത്തിയത്. പഴയ സൗദിയുടെ ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ചകൾ ഓരോ കോണിലും സന്ദർശകരെ കാത്തിരിക്കുന്നു. പാട്ടുപാടിയും താളമിട്ടും സന്ദർശകരെ സ്വീകരിക്കുന്ന ഫുഡ് സ്റ്റാളുകളാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. പരമ്പരാഗത സൗദി വിഭവങ്ങളുടെ തനത് രുചിയും സുഗന്ധദ്രവ്യങ്ങളുടെ മണവും ഈ ചരിത്രവീഥികളെ സജീവമാക്കുന്നു. ഇതിനു പുറമെ കരകൌശല വസ്തുക്കളുടെയും പഴയകാല വസ്ത്രങ്ങളുടെയും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും തിരക്ക് ഒട്ടും അനുഭവിക്കാത്ത രീതിയിലാണ് ക്രമീകരണങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ ഗൈഡുകളുടെയും ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെയും സഹായത്തോടെ അധികൃതർ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് സൗദിയുടെ പാരമ്പര്യം നേരിട്ടറിയാനുള്ള വലിയൊരു അവസരമായി ബലദിലെ ഈ റമദാൻ ചന്തകൾ മാറുന്നു.
പഴമയുടെ പ്രൗഢിയും റംലാന്റെ ആത്മീയതയും സംഗമിക്കുന്ന സ്ഥലം. പുലരുവോളം നീളുന്ന ഈ ആഘോഷം സന്ദർശകർക്ക് മറക്കാനാകാത്ത അനുഭവം സമ്മാനിക്കും. ജിദ്ദയിലെ ബലദിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദി അറേബ്യയ്ക്ക് നന്ദി പറഞ്ഞ ഇറാൻ യുദ്ധസമയത്ത് രാജ്യത്തെ മേഖലകൾ ഉപയോഗിക്കാൻ അനുവദിക്കാതിരുന്നതിൽ സൗദിക്ക് നന്ദിയെന്ന് ഇറാൻ. വ്യോമാതിർത്തി ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന സൗദി അറേബ്യയുടെ നിലപാട് അഭിനന്ദനീയം. സൗദി അറേബ്യയിലെ ഇറാൻ അംബാസിഡർ അലിറേസ എനായദിയുടേതാണ് പ്രസ്താവന. ഇറാൻ US സംഘർഷത്തെ തുടർന്ന് രാജ്യം കടുത്ത ആശങ്കയിൽ തുടരുമ്പോഴും അവസരം മുതലെടുക്കാൻ പലതരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിവിധതരം സൈബർ തട്ടിപ്പുകൾക്ക് പുറമെ ജനസംഖ്യാ സെൻസസ് എന്ന പേരിലും ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ ചിലർ ശ്രമിക്കുന്നതായാണ് വിവരം. ഇറാൻ US സംഘർഷ സാഹചര്യം ചൂഷണം ചെയ്യാൻ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സജീവം. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കാൻ വ്യാപകമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വീണ്ടും രംഗത്തെത്തി. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന സംശയാസ്പദമായ കോളുകൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിലാണ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. അജ്ഞാത ലിങ്കുകൾ തുറക്കുന്നതും വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതും ഒഴിവാക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പേരുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള അത്തരം ശ്രമങ്ങൾ നിലവിലെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമാക്കിയുള്ളതാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ജനസംഖ്യാ സെൻസസുമായി ബന്ധപ്പെട്ടും ചില വ്യാജ സംഘങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു ഫീൽഡ് സന്ദർശനവും നടത്തുന്നില്ലെന്നും തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയോ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഖത്തർ ദേശീയ ആസൂത്രണ കൌൺസിൽ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. കൌൺസിലിന്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കൌൺസിൽ വ്യക്തമാക്കി. സമൂഹത്തിന്റെ സുരക്ഷയും വ്യക്തിഗത ഡാറ്റയുടെ സംരക്ഷണവും ദേശീയ മുൻഗണനകളിൽ പ്രധാനമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആസൂത്രണ കൌൺസിൽ വ്യക്തമാക്കി. ഇത്തരം ശ്രമങ്ങളുമായി സഹകരിക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24, ദോഹ. ഇന്നു മുതൽ പരിമിതമായ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. അതേസമയം ഖത്തർ വ്യോമപാത താൽക്കാലികമായി അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വൈകും. മേഖലയിലുണ്ടായ സുരക്ഷാ പ്രശ്നങ്ങളും വ്യോമപാതയിലെ നിയന്ത്രണങ്ങളും കാരണം നിരവധി യാത്രക്കാരാണ് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രത്യേക അനുമതിയോടെ ചില വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുമെന്ന് കമ്പനി വ്യക്തമാക്കി. മസ്കറ്റിൽ നിന്ന് ലണ്ടൻ, ബെർലിൻ, കോപ്പൻഹേഗൻ, മാഡ്രിഡ്, റോം, ആംസ്റ്റർഡാം എന്നീ നഗരങ്ങളിലേക്കും റിയാദിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുമാണ് സർവീസുകൾ നടത്തുന്നത്. മധ്യപൂർവേഷ്യൻ സംഘർഷ സാഹചര്യം മുതലെടുത്ത് ഉൽപ്പന്നങ്ങൾക്ക് അമിത വില ഈടാക്കുകയോ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിക്കുകയോ ചെയ്താൽ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി നിയമലംഘനം കണ്ടെത്തിയ സ്വകാര്യ കമ്പനിക്കെതിരെ 1 മില്യൺ റിയാൽ പിഴ ചുമത്തിയതായും സ്ഥാപനം 1 മാസത്തേക്ക് അടച്ചുപൂട്ടിയതായും മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെയും വില വർധനവിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെയുമാണ് കമ്പനി വില വർദ്ധിപ്പിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിമർശനങ്ങൾക്കൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ അനുശോചിച്ച ഇന്ത്യ. അതേസമയം ഇന്ത്യൻ തീരത്ത് നിന്ന് മടങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക തകർത്തതിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തീരത്തടുക്കുന്ന ഇറാന്റെ 2ാമത്തെ യുദ്ധക്കപ്പലിനും ഭീഷണിയുണ്ടെന്ന് ശ്രീലങ്ക അറിയിച്ചു. ഇതിനിടെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. സൗഹൃദ രാജ്യമായ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ ഇന്ത്യ അനുശോചനം അറിയിക്കാത്തതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്ത്യയുടെ അനുശോചനം. ഡൽഹിയിലെ ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അനുശോചന പുസ്തകത്തിൽ ഒപ്പുവച്ചു. ഇതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ വിവാദം തുടരുകയാണ്. അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നാണ് വിമർശനം. ഇന്ത്യൻ നാവികസേന ആതിഥ്യം വഹിച്ച നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ യുദ്ധക്കപ്പൽ തകർത്തതിൽ ഇനിയും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. 100ലേറെ നാവികരുമായി ഇറാന്റെ 2ാം യുദ്ധക്കപ്പൽ തീരത്തോടടുക്കുകയാണ്. ഈ കപ്പലിനും ഭീഷണിയുണ്ടെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. 24, ഡൽഹി.
അപകട ഭീഷണിയിലായ രണ്ടാമത്തെ ഇറാനിയൻ കപ്പലിൽ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചുവെന്ന് ശ്രീലങ്ക. കപ്പലിലെ 208 ജീവനക്കാരെയാണ് ശ്രീലങ്ക ഒഴിപ്പിച്ചതെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ രണ്ടാമത്തെ ഇറാനിയൻ കപ്പലും ശ്രീലങ്കൻ നാവികസേന ഏറ്റെടുത്തിട്ടുണ്ട്. സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി വടക്കുകിഴക്കൻ തുറമുഖമായ ട്രിങ്കോമാലിയിലേക്ക് കപ്പലിനെ മാറ്റുമെന്നും ശ്രീലങ്ക. തുർക്കിക്കെതിരായ ഇറാൻ ആക്രമണത്തിൽ നയം വ്യക്തമാക്കി നാറ്റോ സഖ്യം. നാറ്റോ ചാർട്ടർ പ്രകാരമുള്ള ആർട്ടിക്കിൾ 5 നടപ്പാക്കില്ലെന്ന് നാറ്റോ മേധാവി അറിയിച്ചു. നാറ്റോ സഖ്യത്തിലെ ഏതെങ്കിലും അംഗത്തിനെതിരായുള്ള ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. എന്നാൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തുർക്കി വെടിവെച്ചിട്ടുവെന്നും അവശിഷ്ടങ്ങളാണ് മേഖലയിൽ പതിച്ചതെന്നും നാറ്റോ മേധാവി വ്യക്തമാക്കി. കുവൈറ്റിലെ ഖാസിയ പ്രദേശത്ത് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 11 വയസ്സുകാരിയായ ഇറാനിയൻ ബാലികയുടെ മൃതദേഹം സംസ്കരിച്ചു. ആക്രമണ സമയത്ത് ബാലിക താമസിച്ചിരുന്ന വീട്ടിലേക്ക് മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ചതിനെ തുടർന്നാണ് ഗുരുതരമായി പരുക്കേറ്റത്. തുടർന്ന് മരണത്തിന് കീഴടങ്ങി. സംസ്കാര ചടങ്ങിൽ നിരവധി കുവൈറ്റി പൗരന്മാരും വിവിധ രാജ്യങ്ങളിലെ പ്രവാസികളും പങ്കെടുത്തു. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മകളെ കാണാൻ സന്ദർശന വിസയിലെത്തിയ മലയാളി വയോധികൻ മരിച്ചു. കൊല്ലം പത്തനാപുരം സ്വദേശി പുത്തൻവിള മൈദീൻ അലി ഖാനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായെങ്കിലും വിമാനത്താവളം അടച്ചതിനാൽ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്റ്റാഫ് നഴ്സായ മകൾ ഫൗസിയെയും കുടുംബത്തെയും സന്ദർശിക്കാനാണ് ഇദ്ദേഹം കുവൈറ്റിലെത്തിയത്. നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ജെൻസി വോട്ടുകൾ നിർണായകമാണ്. വോട്ടെണ്ണൽ ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജെൻസി കലാപത്തിന്റെയും അശാന്തിയുടെയും നാളുകൾക്ക് ശേഷമാണ് നേപ്പാൾ ജനത പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടന്നത്. തന്റെ കടമ പൂർത്തിയാക്കിയതായി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നേപ്പാൾ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കി. 65 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 3406 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന മുൻ പ്രധാനമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ നേതാവുമായ KP ശർമ്മ ഒലി, രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാവ് ബാലേന്ദ്ര ഷാ, നേപ്പാളി കോൺഗ്രസ് നേതാവ് ഗഗൻ ഥാപ്പ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം. ഇന്ന് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് നേപ്പാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി. പദവി ഒഴിഞ്ഞ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നിതീഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയായി. പതിറ്റാണ്ടുകൾ നീണ്ട നിതീഷ് യുഗത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കമുള്ള NDAയുടെ 5 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാജ്യസഭാ അംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു. പുതിയ സർക്കാരിന് തന്റെ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടാകുമെന്ന് നിതീഷ് കുമാർ. നിതീഷ് രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് നൽകുന്നതിൽ രോഷാകുലരായ ഒരു വിഭാഗം JDU പ്രവർത്തകർ പട്നയിലെ പാർട്ടി ആസ്ഥാനം അടിച്ചു തകർത്തു. നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലും വൈകാരിക പ്രതിഷേധങ്ങളുണ്ടായി. പുതിയ സർക്കാർ രൂപീകരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പട്നയിൽ ചർച്ചകൾ നടന്നു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ അടക്കം JDUവിന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഇഡിക്ക് മൊഴി നൽകി തന്ത്രി കണ്ഠര രാജീവർ. കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണെന്നാണ് മൊഴി. അതേസമയം ജയിലിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി വിധി പറയാൻ മാറ്റി. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമാണെന്നാണ് ഇഡിക്ക് തന്ത്രി കണ്ഠര രാജീവർ നൽകിയ മൊഴി. ആചാരപരമായ കാര്യങ്ങൾ യഥാവിധി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുകയായിരുന്നു തന്റെ ചുമതല. ബോർഡിന്റെ തീരുമാനങ്ങളിൽ വിധി കൽപ്പിക്കാൻ താൻ ആളല്ല എന്നും തന്ത്രി മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി സന്നിധാനത്തേക്ക് എത്തിച്ചത് താനല്ല എന്നും തന്ത്രി ആവർത്തിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും കണ്ഠര രാജീവരുടെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ 2 ഹർജികളിലും വാദം പൂർത്തിയായി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ചെന്നൈയിലേക്ക് മാറ്റണമെന്നുള്ള ഹർജി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന് ശേഷം പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം. 24 കൊല്ലം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM പ്രാഥമിക പട്ടികയിൽ ധാരണയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന പട്ടികയിൽ നല്ലൊരു ശതമാനവും നിലവിലുള്ള MLA-മാരാണ്. M സ്വരാജിന് സീറ്റില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നീളുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നീട്ടിവെക്കാനാണ് സംസ്ഥാന സമിതി യോഗത്തിലെ തീരുമാനം. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയൻ, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് KK ശൈലജ, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് VN വാസവൻ, സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്. ഇതാണ് CPM സംസ്ഥാന സമിതി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയുടെ നേതൃഘടന. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ CH കുഞ്ഞമ്പുവും തൃക്കരിപ്പൂരിൽ VP മുസ്തഫയും മത്സരിക്കും. പ്രാദേശിക എതിർപ്പുകളുണ്ടെങ്കിലും തളിപ്പറമ്പിൽ PK ശ്യാമളയും തലശ്ശേരിയിൽ കാരായി രാജനും തന്നെ മത്സരിക്കും. മട്ടന്നൂരിൽ VK സനോജും പയ്യന്നൂരിൽ TI മസൂദനും പേരാവൂരിൽ KK ശൈലജയും മത്സരിക്കും. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ OR കേളുവും ബത്തേരിയിൽ വിശ്വനാഥനും സ്ഥാനാർത്ഥികളാകും. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും കൊയിലാണ്ടിയിൽ K ദാസനുമായിരിക്കും CPM സ്ഥാനാർത്ഥികൾ. കൊടുവള്ളിയിൽ സ്വതന്ത്ര പരീക്ഷണത്തിലാണ് ധാരണ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ MK സക്കീറും തവനൂരിൽ KT ജലീലും മത്സരിക്കും. പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ സീറ്റുകളിൽ പൊതുസ്വതന്ത്രനെയാണ് തേടുന്നത്. പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ മന്ത്രി MB രാജേഷ് വീണ്ടും മത്സരിക്കും. ഷൊർണൂരിൽ P മമ്മിക്കുട്ടിയും ഒറ്റപ്പാലത്ത് പ്രേംകുമാറും മലമ്പുഴയിൽ A പ്രഭാകരനും തുടരും. നെന്മാറയിൽ K പ്രേമനാണ് സ്ഥാനാർത്ഥി. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിയും മത്സരത്തിനിറങ്ങും. പാലക്കാട് സീറ്റിലെ സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥി ആരാണെന്നതിന് ശേഷം തീരുമാനിക്കും. സ്വതന്ത്രനാണ് മുഖ്യ പരിഗണന. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് AC മൊയ്തീൻ തന്നെ മത്സരിക്കും. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റലപ്പള്ളിയും ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവും പുതുക്കാട് രാമചന്ദ്രനും തുടരും. മണലൂരിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥാണ് CPM സ്ഥാനാർത്ഥി. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ K ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ MLA ആയിരുന്ന വൈപ്പിനിൽ MP ഷൈനിയും മത്സരിക്കും. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന് സീറ്റില്ല. അരൂരിൽ സിറ്റിംഗ് MLA ദലീമ തുടരും. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വീണ ജോർജ് മൂന്നാം തവണയും മത്സരത്തിനിറങ്ങും. കൊല്ലം മണ്ഡലത്തിൽ S ജയമോഹനാണ് സ്ഥാനാർത്ഥി. കുണ്ടറയിൽ SL സജികുമാർ മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ സംസ്ഥാന സമിതിയെ അറിയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ജില്ലാ നേതൃയോഗങ്ങളോടെ അന്തിമ തീരുമാനമാകും. അടുത്ത വെള്ളിയാഴ്ചയോടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് CPIM-ലെ ധാരണ. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചതിന് പിന്നാലെ PK ശശി CPM-ൽ നിന്ന് പുറത്ത്. CPM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് PK ശശിയെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് PK ശശി പറഞ്ഞു. വിവാദ നായകനായിരുന്ന കാലത്ത് ചേർത്ത് നിർത്തിയ CPIM ഒടുവിൽ PK ശശിയെ കൈവിട്ടു. വിഭാഗീയ കാലത്ത് ഔദ്യോഗിക പക്ഷത്തിന്റെ നാവായിരുന്ന PK ശശി ഇപ്പോൾ ആ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് പാർട്ടിക്ക് പുറത്തുപോകുന്നത്. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? പാലക്കാട്ടെ CPIM വിമതരുടെ കൂട്ടായ്മയിലാണ് നേതൃത്വത്തിനെതിരെ PK ശശി ആഞ്ഞടിച്ചത്. തൊട്ടു പിന്നാലെ PK ശശിയെ പുറത്താക്കാൻ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ PK ശശിയെ വെല്ലുവിളിച്ച് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം, എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. എന്നാൽ PK ശശി അതിന് തയ്യാറാവുമോ? കൺവെൻഷന് ശേഷം മാധ്യമങ്ങളെ കണ്ട PK ശശി പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് പ്രതികരിച്ചു. CPM അംഗമാണല്ലോ ഞാൻ. ഈ അംഗമല്ല എന്നുള്ളത് അവർ പറയുകയാണെങ്കിൽ പറയട്ടെ, ആരാ പറയണെന്ന് പറയട്ടെ. ഇതിന്റെയൊക്കെ പടച്ചവൻ ഈ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ല. സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ PK ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. PK ശശി UDF സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 പാലക്കാട്. കൊല്ലം ഓച്ചിറ ജംഗ്ഷന് സമീപം ഓടയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരന് ദാരുണാന്ത്യം. വേമന സ്വദേശി അജിയാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തായാണ് അപകടമുണ്ടായത്. അധികൃതരുടെ അനാസ്ഥയെ തുടർന്നാണ് മരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്ന് രാവിലെയോടെയാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഓച്ചിറ ജംഗ്ഷന് സമീപം ഓടയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടുള്ള മരണമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കൊല്ലം മേമന സ്വദേശി അജിയാണ് മരിച്ചത്. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തെ മൂടിയില്ലാത്ത ഓടയിലേക്ക് വാഹനം വീഴുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകളും പ്രദേശത്തുണ്ടായിരുന്നില്ല. മരണം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് വ്യക്തം. വലിയ വെള്ളക്കെട്ടുള്ള ഭാഗമായതിനാൽ പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ കരാർ ഏജൻസി പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചുവെന്നും ആരോപണമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 24 കൊല്ലം.
കൊല്ലം കുളുത്തൂപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് ഗുരുതര പരുക്ക്. ഡാലി കരിക്കകം സ്വദേശി പ്രകാശിനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. അതേസമയം വയനാട് വടക്കനാട് യുവാവിനെ കൊന്ന കാട്ടാനയെ പിടികൂടാനുള്ള നടപടി ആരംഭിച്ചു. കുങ്കിയാനകളായ പ്രമുഖയെയും സൂര്യയെയും സ്ഥലത്തെത്തിച്ചു. അർദ്ധരാത്രിയോടെയാണ് ഡാലി കരിക്കകം ചതുപ്പ് സ്വദേശിയായ പ്രകാശന് കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. മരണാനന്തര ചടങ്ങിന് പങ്കെടുത്തു മടങ്ങവേ വീടിന് സമീപത്തു നിന്നായിരുന്നു ആക്രമണം. കാട്ടാന പ്രകാശിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. തോളലിന് ഗുരുതര പരിക്കുപറ്റിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 5 വർഷമായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികൾ പ്രതികരിക്കുന്നു. ഈ ആന കാരണം നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാൻ നിവർത്തിയില്ലേ? ഈ സർക്കാർ ഒന്ന് കണ്ണു തുറന്നൊന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇനി എന്നുകൾ 5 വർഷം കൊണ്ടാണ് ഇത് 1-2 ദിവസമാണ്. 5 വർഷം കൊണ്ട് ഒരേപോലെ നമ്മൾ കടന്ന് കഷ്ടപ്പെടുവാണ്. ഇതിനൊരു തീരുമാനം കൽപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഇനി പിന്നോട്ടില്ല. ഞങ്ങൾക്ക് ഇനി വേറൊരു ഗതിയില്ല. പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ആന കാരണം പോകാൻ പോലും ഒക്കുന്നില്ല. പരീക്ഷ അടുത്ത്. അതേസമയം വയനാട് വടക്കനാട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ഉത്തരവായി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. ദൌത്യം വിജയിച്ചില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാൻ നിർദ്ദേശമുണ്ട്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.